ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതി യോഗത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്കൊന്ന് പോകാം. വയനാട് പുനരധിവാസത്തിന് ബൃഹത് പദ്ധതിയുമായി സർക്കാർ. ടൗൺഷിപ്പിനായി പ്രത്യേക പാക്കേജ് നടപ്പിലാക്കും. വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകും. ക്യാമ്പുകളിൽ ഉള്ളവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കും. തകർന്ന സ്കൂളുകൾക്ക് പകരം താൽക്കാലിക സൗകര്യമൊരുക്കാനും മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചു. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. റിനു ശ്രീധർ, തകർന്നുപോയ വയനാടിനെ മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ ഉൾപ്പെടുന്ന ഭാഗങ്ങളെ എങ്ങനെ പുനർനിർമ്മിക്കാനാണ് ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചിരിക്കുന്നത്? സുജിയ, നേരത്തെ തന്നെ ചൂരൽമലയും മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ഈ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സമഗ്രമായിട്ടുള്ള ഒരു വികസനം അല്ലെങ്കിൽ ഒരു പുനരധിവാസം വേണമെന്നുള്ളൊരു കാര്യം സർക്കാർ തീരുമാനിച്ചിരുന്നു. തുടർന്ന് ഇന്ന് 11 മണിയോടുകൂടി ചേർന്ന മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ ഒരു ബൃഹത് പാക്കേജ് നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടുന്ന ഒരു കാര്യം തെരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിൽ എടുത്തൊരു തീരുമാനമാണ്. അതായത് കേന്ദ്ര സേനകളാണ് ഇപ്പോൾ ഏറ്റവും അധികം തെരച്ചിലിന് വേണ്ടി നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രസേന സൈന്യങ്ങളുടെ ഉൾപ്പെടെയുള്ള ഒരു അഭിപ്രായം വേണം. ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ തിരച്ചിൽ ഏത് രീതിയിലായിരിക്കണം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അത് എന്ന് അവസാനിപ്പിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഉപസമിതിയിൽ ഇന്ന് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. അതിനുശേഷമായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി തലത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുക എന്നുള്ളൊരു കാര്യവും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി എടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു പുനരധിവാസം എന്നുള്ളത് തന്നെയാണ്. ടൗൺഷിപ്പ്, അതായത് ഈ ദുരിതബാധിത മേഖല പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും അധികം ഒരു സഹായം വേണ്ടി വരും. വലിയൊരു തുക തന്നെ ഇതിന് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ L3 സെക്ഷൻ, ഈ ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുള്ള ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള L3 സെക്ഷനിലേക്ക് ഇത് കണക്കാക്കണം. അതായത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ അത്തരമൊരു പ്രഖ്യാപനം ഇല്ല എന്നുള്ളതാണ് ഈ കേന്ദ്ര മന്ത്രിമാർ അടക്കം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള L3 സെക്ഷൻ, LA, L1, L2, L3 ഇതിൽ ഏറ്റവും ദുരന്തം ബാധിച്ച പ്രദേശത്തെ പ്രഖ്യാപിക്കണം എന്നുള്ളത് കേന്ദ്രത്തോട് വീണ്ടും ആവശ്യപ്പെടാൻ വേണ്ടിയും മന്ത്രിതല ഉപസമിതി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പുനരധിവാസം ഉറപ്പിക്കുന്നതിന് താൽക്കാലിക സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടികളിലേക്ക് പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ തകർന്ന സ്കൂളുകൾ, അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പകരം സംവിധാനം, താൽക്കാലിക സംവിധാനം ഒരുക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമാണ്. ഇല്ലെങ്കിൽ മറ്റ് തൊട്ടടുത്തുള്ള സ്കൂളുകളിലേക്ക് ഈ കുട്ടികളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തിയിട്ടുണ്ട് മന്ത്രിസഭാ ഉപസമിതി. അല്പസമയത്തിനകം തന്നെ മന്ത്രിമാർ, അതായത് വയനാട്ടിൽ ഉള്ള മന്ത്രിമാർ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം അറിയിക്കുമെന്നുള്ളൊരു വിവരമാണ്. എന്തായാലും വയനാട് ദുരന്തബാധിത മേഖലയിൽ ഒരു ബൃഹത് പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇത് എല്ലാവരുടെയും സഹായത്തോടും സഹകരണത്തോടു കൂടി മാത്രമേ നടപ്പാക്കാൻ കഴിയൂ എന്നുള്ളത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. അത്തരമൊരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളൊരു കാര്യവും ഇന്നത്തെ ഉപസമിതിയിൽ, മന്ത്രിസഭാ ഉപസമിതിയിൽ തീരുമാനമായി എടുത്തിട്ടുണ്ട്. സുജയ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദുരന്തത്തെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം എന്നുള്ളതാണ്. അതിൽ പല മാനദണ്ഡങ്ങളും മുല്ലപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയായിരിക്കുമ്പോൾ, കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോഴുള്ള നോട്ടുകളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് മറുപടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ആവർത്തിച്ചുറപ്പിക്കാൻ L3 എന്ന ക്ലാസിഫിക്കേഷനിൽ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം, അതിന് ആസ്പദമായി 400-ലധികം മരണങ്ങൾ സംഭവിച്ചതും ഈ ദുരന്തത്തിന്റെ കിലോമീറ്ററുകൾ പരന്നു കിടക്കുന്നതിന്റെ ഒരു വ്യാപ്തിയും തീവ്രതയും ബോധ്യപ്പെടുത്താനുമാണോ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? റിനു, തീർച്ചയായും ആദ്യഘട്ടത്തിൽ തന്നെ മരണം ഏകദേശം 200 കഴിയുമ്പോൾ തന്നെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ യോഗം ചേർന്ന കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. പക്ഷേ അത്തരമൊരു സാഹചര്യം നിലവിലില്ല എന്നതടക്കം നമുക്കറിയാം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളൊരു ഒരു പ്രതികരണമായി നൽകുന്നൊരു സാഹചര്യം. അതിനുശേഷം തന്നെ കൃത്യമായ ഒരു പരിശോധന നടത്തുമെന്നും കേന്ദ്രം അറിയിച്ചിരുന്നു. പക്ഷേ നിലവിൽ ഈ ഒരു ദേശീയ ദുരന്തം എന്നുള്ളൊരു വാക്ക്, അല്ലെങ്കിൽ അത്തരമൊരു പ്രഖ്യാപനം നിലവിലില്ല എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നൊക്കെ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. കേന്ദ്ര മന്ത്രിമാരടക്കം പറഞ്ഞത്, കെ മുരളീധരൻ മുൻ മന്ത്രി അടക്കം, അത്തരം വി മുരളീധരൻ അടക്കം കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് അത്തരത്തിലൊരു പ്രതികരണമായിരുന്നു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും അത് ശരിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമില്ല. ഈ ദുരന്ത നിവാരണ നിയമപ്രകാരം LA, L1, L2, L3 ഈ സെക്ഷനായിട്ടാണ് ദുരന്തത്തെ, അത് ഏറ്റവും ദുരന്തം ആയി കണക്കാക്കുന്നത് L3 സെക്ഷനാണ്. ഈ L3 സെക്ഷനായി തന്നെ വയനാടിനെ കണക്കാക്കുന്നത്
കണക്കാക്കണം, വയനാടിൻ്റെ ദുരന്തത്തെ കണക്കാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നിലവിൽ തന്നെ എത്ര മരണമെന്ന് പോലും സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, എത്ര പേരെ കാണാനില്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ള കണക്ക് ശേഖരിക്കുന്ന ഒരു സാഹചര്യം, അത് ഒരു പ്രദേശമാകെ, 2 പ്രദേശമാകെ പൂർണ്ണമായും നശിച്ചു പോകുന്ന ഒരു സാഹചര്യം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് L3 സെക്ഷനിൽ തന്നെ വേണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ മന്ത്രിസഭാ യോഗം ചേർന്ന് ഇത്തരം ഒരു തീരുമാനമെടുത്തിരുന്നു. തുടർന്ന് വീണ്ടും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ കേന്ദ്രത്തോട് ഇത് ആവശ്യപ്പെടുക, ഏകദേശം ഇത് പുനർനിർമ്മിക്കുവാൻ വേണ്ട 70%-ലധികം തുക കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു L3 സെക്ഷനായി പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ അത്തരമൊരു സഹായം വാങ്ങിച്ചെടുക്കുവാൻ വേണ്ടി കഴിയൂ എന്നുള്ളൊരു വിലയിരുത്തലും ഇന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തിൽ നിന്ന് ഇത്തരം ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് L3 സെക്ഷനായി തന്നെ കണക്കാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന രേഖാമൂലം നൽകുവാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വയനാടിലെ ഈ ദുരന്തബാധിത പ്രദേശത്തെ പുനർനിർമ്മിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. നമുക്കറിയാം, റിപ്പോർട്ടർ TV തന്നെ അത്തരമൊരു വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പാക്കേജ് തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ദുരന്തബാധിത മേഖലയെ പുനർനിർമ്മിച്ച് കൊണ്ട് ഈ ദുരന്തത്തിൽ പെട്ടവരുടെ കുടുംബത്തിനും ഒപ്പം രക്ഷപ്പെട്ടവർക്കും വലിയ സഹായമായി മാറുക വേണ്ടി തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവരുടെയും സഹായം തേടും, എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയായിരിക്കും ഇത്തരമൊരു ടൗൺഷിപ്പ് അല്ലെങ്കിൽ ബൃഹത് പദ്ധതി പാക്കേജ് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്. ഈ ടൗൺഷിപ്പ് പാക്കേജ് ആണ് റിപ്പോർട്ടർ TV മുന്നോട്ട് വെച്ചത്. നമ്മൾ ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ സർക്കാരുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും ചെയ്തു. വയനാടിനെ തിരിച്ചു പിടിക്കുന്നതിനായി നമ്മുടെ നാട് വയനാട്, അതാണ് നമ്മൾ ഇനി പറയേണ്ടത്. ഒരാഴ്ചയായി ആ ദുരന്തത്തിലേക്ക് ആ നാട് പെട്ടുപോയിട്ട്, അത് നമ്മുടെയും നാടാണ്. മലയാളികൾ ഒന്നിച്ചു നിന്ന് കരകയറ്റേണ്ടതാണ് ആ നാടിൻ്റെ ഈ ദുരിതത്തിൻ്റെ ആഴത്തിൽ നിന്ന്. ആ ഒരു സന്ദേശം മുന്നോട്ട് വയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതിയിൽ നിന്നും തീരുമാനം വന്നിരിക്കുന്നത്. ടൗൺഷിപ്പിനായുള്ള പാക്കേജ്, അതിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായ രീതിയിൽ അത് നടപ്പാക്കാൻ പോകുന്നു. ഒപ്പം വയനാടിനേറ്റ ആഘാതം അത് വളരെ വലുതാണ്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന, ഇതുവരെ നമ്മൾ കണ്ട ദുരന്തങ്ങളെക്കാൾ വലിയ ആഘാതമേറ്റ മണ്ണാണ് വയനാടിൻ്റേത്. 400-ലധികം ജീവൻ പൊലിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പരിഗണന ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാനും തീരുമാനിച്ചിരിക്കുന്നു മന്ത്രിസഭാ ഉപസമിതി. തീരുമാനങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി റിനു ശ്രീധർ.